ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. വൃശ്ചിക മാസം 1-ാം തീയതിയായ ഇന്ന് പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെയും കണ്ഠര ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. ഉച്ചവരെ 45,000-ഓളം ഭക്തരാണ് ശബരീശ ദർശനം നടത്തിയത്. വൃശ്ചിക പുലരിയിൽ പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെയും കണ്ഠര ബ്രഹ്മദത്തന്റെയും സാന്നിധ്യത്തിൽ പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. പിന്നീട് ശരണം വിളികളോടെ ആയിരങ്ങൾ അയ്യന്റെ മുന്നിലേക്ക്. പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഉച്ചവരെ മാത്രം 45,000-ഓളം തീർത്ഥാടകരാണ് ശബരിമല ദർശനത്തിനായി എത്തിയത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ADGP S. ശ്രീജിത്ത് വ്യക്തമാക്കി. കഴിഞ്ഞ കൊല്ലം നവംബർ 16-ന് കേവലം 14,000 ആൾക്കാർ തൊഴുത സമയത്ത് ഇന്നിപ്പം നമുക്കുള്ളത് 70,000 ബുക്കിംഗ് തീർന്നു കഴിഞ്ഞു. അത് അടുത്ത നവംബർ 30 വരെ ആ തോത് തന്നെ തുടരുകയാണ്. ഇതിനുള്ള സംവിധാന സജ്ജീകരണങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, നടത്തുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിലുണ്ട്. ദിവസം പൂർണ്ണമായി നമ്മൾ സഹകരിക്കുന്നത് സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഉണ്ട്. ഉടൻ തന്നെ മാളികപ്പുറങ്ങൾക്കും കുട്ടികൾക്കും ദിവ്യാംഗർക്കും ദർശനത്തിനായി പ്രത്യേക സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഞങ്ങളൊരു പ്രത്യേക ക്രമീകരണം ഇന്ന് തന്നെ ഉണ്ടാക്കും. ഇന്ന് മുതൽ വൃശ്ചികം 1 മുതൽ തന്നെ സ്ത്രീകളും കുട്ടികൾക്കും പ്രത്യേക ക്യൂ സംവിധാനം ഞങ്ങൾ ഇന്ന് കൊണ്ട് തന്നെ ക്രമീകരിക്കും. എല്ലാവർക്കും, അത് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും വികലാംഗരായിട്ട് വരുന്ന സ്വാമിമാർക്കായാലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സംവിധാനവും ഞങ്ങൾ ഇന്നൊരുക്കും. നിലവിലെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി ശബരിമലയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം നടന്നു. നമ്മൾ വെർച്വൽ ക്യൂ തീരുമാനിച്ചത് 70,000, താൽക്കാലികമായ ബുക്കിങ്ങിനെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നതും ഇപ്പം നമുക്ക് നടപ്പാക്കിക്കൊണ്ട് ഒരു ഭക്തനും തിരിച്ചു പോകാതെ മുഴുവൻ പേർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടുവന്നു. അത് ഫലപ്രദമായി എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി ഭക്തിസാന്ദ്രമാണ് അയ്യന്റെ സന്നിധാനം.